ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട്? ഇന്ന് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ബിൽഡ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മളിന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഹണ്ടിങ് ആണ്, ഒരു സോംബി ഹണ്ടിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഈ പോർട്ടൽ ബിൽഡിൻ്റെ അന്ന് ഞാൻ ഒബ്സീഡിയൻ കളക്ട് ചെയ്യാൻ പോയ സമയത്ത് ആ ഒരു കേവിൻ്റെ ഉള്ളിലൊരു സോംബി സ്പോണർ ഞാൻ കണ്ടു ഗൈസ്. അപ്പം ഞാൻ വിളിച്ചു നോക്കി, നമുക്ക് അതിനകത്ത് 2 ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്തുണ്ട് എന്ന് അറിയാൻ വേണ്ടി ആ ഒരു സ്ഥലത്ത് പോകണം എന്ന് ഞാൻ വിചാരിച്ചതാണ്. സോ അവിടെയാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. നമുക്ക് നോക്കാം ഗൈസ് ആ ചെസ്റ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവിടെ പോകാൻ ഹായ് ബ്രോ, ഒത്തിരി നാളായാലും കണ്ടിട്ട്. സോ നമ്മൾ ആദ്യം തന്നെ അവിടെ പോകാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ സെറ്റാക്കാനുണ്ട്. അതായത് നമ്മുടെ ആർമർ, ടൂൾസ്, അത് ഇത് എന്നൊക്കെ കുറേ സാധനങ്ങൾ നമുക്ക് സെറ്റാക്കാനുണ്ട്. സോ അതൊക്കെ നമുക്ക് ഫസ്റ്റ് സെറ്റാക്കണം. ഫസ്റ്റത്തെ ഫുഡിൻ്റെ കാര്യമാണ്. അപ്പം ഞാൻ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് എന്തായാലും സെറ്റാക്കണം. ആൻഡ് നമുക്ക് ഈ ഒരു ബോ ആവശ്യമുണ്ട്. നമ്മുടെ സോംബീനെ ബോ ചെയ്തിടാൻ നമുക്ക് അമ്പ് ചെയ്ത് കൊല്ലാൻ കേസ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ബോ ആവശ്യമുണ്ട്. പക്ഷേ എൻ്റെ ഉള്ള ഈ ബോയ്ക്കകത്ത് എന്താണ് ഈ ഇതില്ല, എന്താണ് ഈ ഒരു പൊട്ടാറായതാണ്. സോ നമുക്ക് ഇതിനകത്ത് മെൻഡിങ്ങിൻ്റെ ഒരു ബുക്ക് എൻ്റെ ഉണ്ട്. സോ എൻജാൻ ബുക്ക് ഉണ്ട്. അപ്പോൾ ആ ബുക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബോയിൽ മെൻഡിങ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ലെവലുണ്ടല്ലോ, XP ആ സംഭവം വെച്ചിട്ട് നമുക്ക് എന്താക്കാം, ഈ ഇതിനെ നമുക്ക് പുതിയതുപോലെ ആക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുപോലെ സെറ്റാക്കാമെന്ന് വെച്ചു. അപ്പോൾ അത് നമ്മൾ ഇതിനകത്ത് മെൻഡിങ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വില്ലേജസിനെ ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് ലെവൽ കിട്ടും. ആ ലെവൽ കൊടുത്തിട്ട് തന്നെ നമ്മുടെ ആ ഒരു ബോ സെറ്റാക്കാം കേട്ടോ. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിത് നമ്മുടെ ബോ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ടോ, പുതിയതുപോലെ ആക്കിയിട്ടുണ്ട്. നമ്മൾ മെൻഡിങ് ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഫുള്ള് നമ്മൾ സെറ്റാക്കി ഗൈസ്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഒരു പണി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ബോ ആഡ് ചെയ്യാണ്ട്. ബോ അല്ല ഗൈസ്, നമ്മുടെ സാധനം, അതിൻ്റെ പേരെന്താണ്, നമ്മൾ ഈ അമ്പ് ചെയ്തിരുന്ന വില്ലില്ലേ, ആരോ ഉണ്ടാക്കണം. ഇപ്പം എൻ്റെ കുറച്ച് ആരോ ഉണ്ട്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണമല്ലോ. അപ്പോൾ അതിന് നമുക്കിവിടെ ഫാമിൻ്റെ അകത്തോട്ട് പോകാം. നമ്മുടെ പശുവിൻ്റെ കൂട്ടിലോട്ട് പോവാം. അവിടെ നമുക്ക് ഒരു പശുവിനെ 2 പശുവിനെയൊക്കെ ജസ്റ്റ് ഒന്ന് കില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഒരു ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മുടെ ബോ എടുത്തിട്ടുണ്ട്. നമുക്കിത് ഒരുത്തന്നെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. സോറി ഗൈസ്, ചെറിയൊരു ലാഗ് ഉണ്ട്, അതിൻ്റെയാണ്. നമുക്ക് ഒരുത്തനെയും കൂടെ കില്ല് ചെയ്ത് നോക്കാം ഗൈസ്. ഒരുത്തനെയും കൂടെ ഇവനെ കില്ല് ചെയ്ത് നോക്കാം. അവനൊന്ന് ജസ്റ്റ് ഒന്ന് കൊന്നു. ഓക്കെ ഗൈസ്, ഒറ്റയടിക്ക് തന്നെ ചാവുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ചാവുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇതിൽ 5 ഫുഡും കിട്ടി, 5 ബീഫും കിട്ടി. അത് നമുക്ക് ഫുഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ അങ്ങനെ ആരോയുടെ കാര്യത്തിലും ബോയുടെ കാര്യത്തിലും സെറ്റായിട്ടുണ്ട്. ഇല്ല ഗൈസ്, ആരോ ഇനി നമുക്ക് സെറ്റ് ആക്കണം. അതിന് നമുക്ക് ട്രേഡിംഗ് ഹാളിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എമറാൾഡ് കൊടുത്തുകൊണ്ട് ആരോ വാങ്ങാൻ പറ്റും. സോ നമുക്ക് കുറച്ച് ആരോകൾ വാങ്ങി വെക്കാം. അതെന്തുകൊണ്ടും നല്ലതായിരിക്കും. ബോ മാത്രം കയ്യിൽ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. സോ അപ്പോൾ നമുക്ക് ഈ ഒരു ബീഫ് നമുക്ക് വേവിക്കാൻ വെക്കാം ഗൈസ്. നമുക്ക് ഫുഡിൻ്റെ സെറ്റാക്കണമല്ലോ. പച്ചയ്ക്ക് തിന്നുന്നേക്കാൾ നമ്മൾ വേവിച്ച് തിന്നുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. സോ നമ്മളത് സെറ്റാക്കി ദെൻ നമുക്ക് കുറച്ച് എമറാൾഡ് യൂസ് ചെയ്തിട്ട് കുറച്ചധികം ആരോ വാങ്ങാം. സോ അതും കൂടെ സെറ്റായി കഴിഞ്ഞാൽ ഏകദേശം സെറ്റാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഒരു സ്റ്റാക്കും 26 എണ്ണവും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഫുൾ ആരോയും നമ്മൾ സെറ്റാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇനി ആർമർ സെറ്റാക്കണം. ഫുൾ സെറ്റായി നമ്മൾ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആരോ നമ്മളിത് സെറ്റാക്കി, അതുപോലെ തന്നെ ബോയും സെറ്റാക്കി. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, നമുക്കിനി നമ്മുടെ ആർമറാണ് സെറ്റാക്കാനുള്ളത്. ആർമർ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് ലൈക്ക് അയൺ യൂസ് ചെയ്യാം. എൻ്റെ അയൺ ആർമർ ഉണ്ടല്ലോ, ആ അയൺ ആർമർ യൂസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ വെച്ചു ഓക്കെ, എൻ്റെ ഡയമണ്ട് ആർമറും ഉണ്ട്. സോ അത് എൻചാൻറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ വേണ്ട ഗൈസ്, നമുക്ക് ഇപ്പം തന്നെ യൂസ് ചെയ്യാം. നമ്മൾ കൈ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. നമ്മൾ എൻചാൻറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമ്മൾ തന്നെയാണ് ഇടുന്നത്. സോ നമുക്ക് ഡയമണ്ടിൻ്റെ ആർമർ തന്നെ യൂസ് ചെയ്യാം.
സോ ഗൈസ്, നമ്മൾ ഫുൾ ഡയമണ്ട് ആർമർ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള ആർമർ ഇട്ടിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ പുതിയ ഷീൽഡ് നമ്മൾ ഉണ്ടാക്കി. പ്രഹസനം കാണിക്കുന്നതിൽ എന്നെ കഴിഞ്ഞിട്ടേ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ നന്നായി കാണണം. അതുപോലെ നമ്മുടെ മീറ്റ് സെറ്റാക്കി, ഒത്തിരി ഫുഡ് സെറ്റാക്കി, ഇതിന് കുറച്ച് ലൈറ്റ് കാര്യങ്ങൾ സെറ്റാക്കി, ദെൻ ഈ ഒരു ആക്സും സെറ്റാക്കി. ഒരു ഗോൾഡൻ ആക്സ് ഉണ്ടായിരുന്നുള്ളൂ, അതും സെറ്റാക്കിയാണ്. നമ്മൾ ഏകദേശമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണുള്ളത് ഈ ഒരു സംഭവം. ഞാൻ ഈ ഒരു സൈഡിലായിട്ടുള്ള ഒരു കേവ് ഉണ്ട്, അതിനകത്താണ് ലാവ കണ്ടത്. അവിടെ ഉണ്ടായത് നമ്മുടെ ഹോൾസ് ഇവിടെ നിപ്പുണ്ട്. നമ്മുടെ ഗോൾഡൻ ആർമറൊക്കെ ഇട്ടിട്ട് ഞാനിവനെ ഇപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മുടെ അടുത്തായതുകൊണ്ട് കൊണ്ടുവന്നില്ല. സോറി മാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ്. ഓക്കെ, അപ്പം നമ്മുടെ സ്ഥലത്ത് ഞാനിവിടെ ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നമ്മളിങ്ങനെ, എനിക്ക് പിന്നീട് വരുമ്പോൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ വേറെ കളറുള്ള ബ്ലോക്കൊക്കെ വെച്ച് അടച്ച് വെച്ചതാണ്. ഇതിൻ്റെ തൊട്ട് താഴെയാണ് കേട്ടോ ഇതിൻ്റെ സ്പോണിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. തൊട്ട് താഴെയായിട്ടാണ് ഈ ഒരു സംഭവം സ്പോണായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളത് അതിൻ്റെ മണ്ടയിലുള്ള ബ്ലോക്കൊക്കെ പൊട്ടിച്ച് അവന്മാർക്ക് മേപ്പോട്ട് കയറി വരാൻ പറ്റുന്ന രീതിയിൽ സെറ്റാക്കുകയാണ്. സോ നമുക്ക് നോക്കാം. ആരെങ്കിലും ഒരുത്തൻ കയറി വന്നാൽ കൊള്ളാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ ഗൈസ്, ഇതാ ഒരുത്തൻ കയറി വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വെയിലായതുകൊണ്ട് അവന്മാർ വെയിൽ കൊണ്ട് ചാവുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാണ് ഗൈസ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എന്തൊക്കെയൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ തോന്നുന്നു ഗൈസ്. ഒരാളും കൂടെ വരട്ടെ, ഒരാളങ്ങനെ നമുക്ക് നോക്കാം. നോക്കട്ടെ, ഒരുത്തനും കൂടെ കയറി വരണം. നമ്മളിവിടെ നിൽക്കുമ്പോൾ തന്നെ കുറേ പേര് സ്പോൺ ആവേണ്ടതാണ് അവിടെ. സോ നോക്കാം. അപ്പോൾ ഗൈസ്, അടുത്തൊരാളും കൂടെ കയറി വന്നിട്ടുണ്ട്. ഇവന്മാരിങ്ങനെ വെയിലുകൊണ്ട് ചാവുകയാണെങ്കിൽ ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഗൈസ് ഈ ബോയൊക്കെ കൊണ്ടുവന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും നമുക്ക് കത്തുവാണെങ്കിലും നമുക്ക് മൂടങ്ങ് പോയി ഗൈസ്. വെറുതെ അതാ അടുത്തൊരുത്തം കയറി വരുന്നുണ്ട്. നമുക്ക് ഇവനെയും കൂടി നോക്കാം, ജസ്റ്റ് ചുമ്മാ നോക്കാം. ഹെഡ് അടിക്കാൻ പറ്റിയില്ല. ഒന്നും കൂടെ ചത്ത്. ഇത് അടുത്തറിഞ്ഞു. ഇത് എന്ത് കേസ് തീരൂലേ. അവനെ ഹെഡ് കൊടുത്ത് ഇനിയും കയറുക. അടുത്ത് കയറി വരുന്നുണ്ട്. ഇതുപോലെ ഇനി നോൺ സ്റ്റോപ്പായി വരുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും നോക്കാം. വരുന്നവരെയൊക്കെ നമുക്ക് കൊല്ലാം. ഞാൻ ജസ്റ്റ് തൊട്ട തന്നെ അവർ ചത്തോളും, കാരണം ഓൾറെഡി വെയിലുകൊണ്ട് പകുതി തീ പിടിച്ചാൽ നിൽക്കുന്നത്. തീർന്നെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ സ്പോൺ ആവണം. അത് അവിടെ ഉണ്ട് കേട്ടോ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നേരെ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. ഇങ്ങനെ നിന്നിട്ടൊരു രസമില്ല കേസ്. നമ്മളൊരു ഫൈറ്റിംഗ് മോഡ് എനിക്ക് കിട്ടുന്നില്ല. നമുക്ക് വേറെ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ ആ സ്പോണിങ്ങിൻ്റെ സംഭവത്തിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ആ സ്പോണറിൻ്റെ മുകളിൽ ലൈറ്റ് വെക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. അവന്മാർക്ക് എന്നെ തൊടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഈ ബ്ലോക്കൊക്കെ മേപ്പോട്ട് വെച്ച് കയറി പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ നമുക്കിത് അവിടെ കാണാൻ പറ്റും നമ്മുടെ സാധനം. അപ്പോൾ നമുക്ക് അവിടെ നമ്മളതിന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് പോയത്. അവിടെ ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ഡയമണ്ട് ഫുൾ ആർമർ, ഫുൾ സെറ്റായിട്ടുള്ള എൻജാൻ്റൊക്കെ ചെയ്തത് വേണമായിരുന്നു. അപ്പോൾ അത് അടുത്തൊന്നും കയറി നമുക്ക് ഇവനെ കൊല്ലേണ്ട ആവശ്യമില്ല. കേസ് തന്നെത്താനെ വെയിൽ കൊണ്ട് ചാവും. എന്നാലും നമ്മുടെ ഒരു ഇതിന് നമ്മൾ അവന്മാരെ ചുമ്മാ ഇതാക്കണമല്ലോ. അവന്മാർ ചാവട്ടെ, നോക്കാം. അപ്പോൾ നമുക്ക് അവനകത്തൂടെ ലൈറ്റ് വെക്കട്ടെ. എന്തായാലും ചാവുന്നുണ്ട്, നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മളതെല്ലാം ഇവിടെ ലൈറ്റ് വെച്ചിട്ടുണ്ട്. ലൈറ്റ് വെച്ചതിന് ശേഷം നമുക്ക് പെയ്യെ ഇവിടോട്ടൊന്ന് ഇറങ്ങി നോക്കാം ഗൈസ്. അപ്പോൾ നമ്മളത് പെയ്യെ തോട്ട് ഇറങ്ങുവാണ്. സോ ഇങ്ങോട്ടേക്കൊന്നും വേറെ ഞാൻ കേവൊന്നും കാണുന്നില്ല. ഇവിടെ ഓപ്പൺ അല്ല, ക്ലോസ് ആണ്. സോ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ജസ്റ്റ് തുറന്ന് നോക്കാം ഗൈസ് ഫസ്റ്റ്. അപ്പോൾ നമുക്കത് ഈ ഒരു ജസ്റ്റ് ഫസ്റ്റ് തുറന്ന് നോക്കാം. ഫസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഫുള്ളൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി നമുക്ക് നോക്കുമ്പോൾ അതിനകത്തൊരു അയൺ ഹോഴ്സ് ആർമറും പിന്നെ ഒരു മ്യൂസിക് ഡിസ്ക് ഉണ്ട് ക്യാറ്റിൻ്റെ, പിന്നെ ബോണ്, ഗോൾഡൻ ആപ്പിൾ, സ്ട്രിങ്, ബ്രെഡ്, പിന്നെ മെലൺ സീഡ്. വാവ്, അടിപൊളി ബോക്സ്. ഞാൻ മിസ്റ്ററി ബോക്സ് ആയി ഉപയോഗിച്ചു. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു ബോക്സ് കണ്ടിട്ടേ ഇല്ല. ഒന്നും പറയില്ല ഗൈസ്. നമുക്ക് അടുത്തത് തുറന്ന് നോക്കാം. സോ നമുക്ക് ഇനി ഇത് തുറന്ന് നോക്കണ്ടായിരുന്നു ഗൈസ്. വെറുതെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ചെയ്ത് ഇതിനകത്തും പ്രത്യേകിച്ച് ആവശ്യമുള്ളൊന്നുമില്ല. ആകെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയ 2 ഗോൾഡൻ ആപ്പിളാണ് ആവശ്യമുള്ളത്. പിന്നെ ഹോൾസ് ആർമറും പിന്നെ മ്യൂസിക് ഡിസ്കും ഒക്കെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോകാം ഗൈസ്. അപ്പോൾ നിങ്ങൾ കുറേ എന്തൊക്കെയൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തു, ഞാനും എന്തൊക്കെയൊക്കെയോ എക്സ്പെക്റ്റ് ചെയ്തു, പക്ഷെ ഒന്നും വിചാരിച്ചതുപോലെ നടന്നില്ല ഗൈസ്. പക്ഷെ കുഴപ്പമില്ല, നമ്മളൊരുപാട് എക്സ്പെക്റ്റ് ഒക്കെ ചെയ്താലും നടക്കത്തൊന്നും ഇല്ലല്ലോ. നമുക്ക് നോക്കാം ഗൈസ്, ഞാൻ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ ബൈ.